പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ നെയ്യും ഒഴിച്ച് നന്നായി ചൂടാക്കി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് വറുത്ത് കോരുക. ഈ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, തൈര് എന്നിവ ചേർക്കുക. ഇതിലേക്ക് ഹാഫ് ലെമൺ, പുതിന, മല്ലി, വറുത്ത സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ബീഫ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് അടച്ചു വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസിനായി ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ നെയ്യും ചൂടാക്കി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അരമുറി സവാള ഇട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി 15 മിനിറ്റ് കുതിർത്ത് വെച്ച ജീരകശാല അരിയിടുക. നന്നായി റോസ്റ്റ് ചെയ്യുക. 2 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന പ്രൊപ്പോഷനിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബീഫ് കുക്ക് ചെയ്തപ്പോൾ കിട്ടിയ സ്റ്റോക്കാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന് പകരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാർട്ടായ ലെയറിംഗ് ആണ്. ആദ്യം നമുക്ക് ബീഫ് മസാല ഇടാം. അതിലേക്ക് കുറച്ച് റൈസ്, മല്ലി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഓർഡറിൽ തന്നെ ഒരു തവണ കൂടി ലെയർ ചെയ്യുക. ഇനി നമുക്ക് അടുക്കി കൂട്ടി നല്ല മസാലയൊക്കെ ചേർത്ത് നന്നായി സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നല്ല അച്ചാറും പപ്പടവും കുറച്ച് സാലഡും ഒക്കെ ആയിട്ട് കഴിക്കാൻ മസ്റ്റ് ട്രൈ ആണ്.